ടീച്ചർ അമ്മയിലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. അനിയത്തിയുടെ ഫീസ് അടയ്ക്കാനെങ്കിലും തന്നെ പുറത്തോട്ട് വിടണമെന്ന് കേശു പറയുമ്പോൾ എന്തെങ്കിലും ചെയ്ത് ഇടപെടാനാവുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് കനി കേശുവിനെയും കൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. ഒരു ATM കൗണ്ടറിന് മുന്നിൽ തൻ്റെ ബുള്ളറ്റൊക്കെ വെച്ച് കനി പോയി ക്യാഷ് എടുത്തുവെന്ന് ആദ്യം തന്നെ നമുക്ക് പ്രവീണിൻ്റെ ഫൈനാൻസ് സ്ഥാപനത്തിലേക്ക് പോവാമെന്ന് കനി കേശുവിനോടായി പറയുന്നുണ്ട്. ആദ്യം അവൻ്റെ കണക്ക് തന്നെ തീർക്കാമെന്ന് കേശു പറയുമ്പോൾ അവൻ്റെ അടുത്ത് നല്ല ചുണയോടെ വേണം പോയി നിൽക്കാൻ, അല്ലാതെ അയ്യോ പോവാമായൊന്നും നിൽക്കണ്ട. അവൻ്റെ മുന്നിലേക്ക് ഈ കാശ് വലിച്ചെറിഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആണായി നിന്നിട്ട് 2 ഡയലോഗും അടിക്കണം. നിന്റെ പ്രിയയ്ക്ക് വേണ്ടി. അവൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. അവനൊന്ന് കുലുങ്ങണം. നീ അവൻ്റെ മുന്നിൽ നിന്ന് പറയുന്നതും അവൻ വിളറി വെളുത്ത് ഇല്ലാതാവുന്നതും എനിക്ക് നേരിട്ട് കാണും എന്നൊക്കെ കനി അവന് ഉപദേശം കൊടുത്തോണ്ട് അവനെ കൂട്ടി ആ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് പോവുക. ധൈര്യത്തോടെ കേശു ആ സ്ഥാപനത്തിലേക്ക് കയറി ചെന്ന് പ്രവീണിന്റെ മുന്നിലിരിക്കുമ്പോൾ കൂടെ കനിയെ കണ്ട് ആരാടാ ഇതെന്ന് പ്രവീൺ ചോദിക്കുമ്പോൾ അതല്ലല്ലോ ഇപ്പോഴത്തെ കാര്യമെന്ന് കേശു ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് പ്രവീൺ അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തരാനുള്ള കാശ് മൊത്തമുണ്ട്. എണ്ണി നോക്ക്, നിന്റെ ഒരു സൗജന്യവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേശു ആ കാശ് പ്രവീണിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. നിന്റെ അടുത്ത് എനിക്ക് അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോണ്ടാ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ കാശ് മേടിച്ചത്, അല്ലാതെ നിന്നെ പറ്റിച്ചു കൊണ്ടുപോയി തിന്നാനൊന്നും അല്ലായിരുന്നു. അത് നിനക്കും അറിയാം. എൻ്റെ കാലക്കേടിന് ഉണ്ടായിരുന്ന ജോലിയും പോയി. ജോലി പോയ കാര്യം പ്രിയയോട് പറഞ്ഞ അത് അവൾക്കൊരു ടെൻഷനാവും. അവൾ ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അത് പേടിച്ചിട്ട അവളോട് പോലും ഈ കാര്യം പറയാതിരുന്നത്. എൻ്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ടും നീ പ്രിയയെക്കുറിച്ച് പറഞ്ഞ വർത്താനുണ്ടല്ലോ, അത് ഞാൻ ചത്താലും മറക്കില്ലടാ. ഇതോടെ തീർന്നു നീയും ഞാനുമായുള്ള ബന്ധം. പ്രിയയെക്കുറിച്ച് പറഞ്ഞതൊന്നും ഞാൻ അവളോട് പറയില്ല. അവൾക്ക് നിന്നോടുള്ള മതിപ്പ് എന്താണെന്ന് നിനക്കറിയില്ല. അവള് എന്നെ പോലെ തന്നെയാടാ നിന്നെയും കണ്ടത്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ കേശു കണക്ക് തീർത്ത് പറയുമ്പോഴേക്കും കനി അവനെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ് പുറത്തോട്ടിറങ്ങി. നന്നായിടാ, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത് എന്നും പറഞ്ഞു അവനെ വിളിച്ച് ബുള്ളറ്റിൽ കയറ്റി പ്രിയയുടെ ഹോസ്റ്റലിലോട്ട് പോവാ. അവർ പോണ വഴിക്ക് ഹോസ്റ്റലിലെത്തിന്നും പറഞ്ഞ് പ്രിയ വിളിക്കുമ്പോൾ ഗമയിൽ പോയി നമുക്ക് കാശും കൊടുത്തു പോരാമെന്ന് കനിയും പറയുന്നുണ്ട്. ഹോസ്റ്റലിന്റെ മുറ്റത്ത് കേശുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയ. കേശു ആണേൽ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ കാശ് വെച്ചു കൊടുത്തോണ്ട് ഇന്നു തന്നെ ഹോസ്റ്റൽ ഫീ കൊടുക്കണമെന്നും വാർഡനോട് മര്യാദയ്ക്ക് ഭക്ഷണം തരാൻ പറയുന്നുമൊക്കെ കേശു പറയുന്ന കേട്ട് കാശ് കിട്ടുന്ന ദിവസം വലിയ കാര്യമാണെന്നും കൂടുതൽ കൂട്ടാനൊക്കെ തരുമെന്നും പ്രിയ പറയുന്നുണ്ട്. ഈ ലോകം ഇങ്ങനെയൊക്കെ തന്നെയാ, നീ പഠിത്തത്തിൽ നന്നായി ശ്രദ്ധിക്കണം. മലയാളി നഴ്സുമാർക്ക് ലോകം മൊത്തം ഡിമാൻഡാണെന്നും നീ ലൈഫിൽ സെറ്റായാലേ എനിക്കൊരു സമാധാനമുള്ളൂവെന്നും കേശു പറയുമ്പോൾ പ്രിയ സംശയത്തോടെ കനിയെ നോക്കിക്കൊണ്ട് അതാരാണെന്ന് ചോദിക്കുക. അത് തൻ്റെ പുതിയ ബോസ് ആണെന്നും ഭയങ്കര സപ്പോർട്ടീവാണെന്നും കേശു പറയുന്നുണ്ട്. പ്രിയ കനിയെ നോക്കി ഹായ് പറയുമ്പോഴേക്കും കനി അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. താൻ കേശുവിൻ്റെ അനിയത്തി പ്രിയയാണെന്ന് പ്രിയ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അത് തനിക്ക് അറിയാമെന്നും കേശുവിന് നിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണെന്നും നന്നായി പഠിക്കണമെന്നും കനി അവളെ ഉപദേശിക്കുന്നുണ്ട്. പ്രിയ എപ്പോഴും കനി കേശുവിന്റെ റിയൽ ബോസ് ആണെന്ന വിചാരത്തോടെ കഴിഞ്ഞ 2 മാസമായി കേശുവേട്ടന്റെ സാലറി വൈകിയെന്നും കേശുവേട്ടൻ ഇത് മാഡത്തെ അറിയിച്ചിട്ടില്ലേ എന്നുമൊക്കെ ചോദിക്കുമ്പോൾ ആ പ്രശ്നം കേശു പറഞ്ഞപ്പോഴാ താനും അറിയുന്നതെന്ന് കനി പറയുന്നുണ്ട്. ഇനി വൈകത്തില്ല, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവളോട് യാത്ര പറഞ്ഞു പോവുക. പിന്നീട് തിരിച്ചുള്ള യാത്രയിൽ ഇപ്പോൾ തൻ്റെ മനസ്സിന് നല്ലൊരു സുഖമൊക്കെ തോന്നുന്നില്ലെന്ന് കനി കേശുവിനോട് ചോദിക്കുക. 2-3 ദിവസമായി 3-4 ടണ്ണെടുത്ത് നെഞ്ചത്തെടുത്ത് വെച്ച പോലായിരുന്നു. ഇപ്പോൾ വല്ലാത്തൊരാശ്വാസം. ഇന്ന് ഞാൻ നന്നായി ഉറങ്ങും, താങ്ക്സ് മാഡം എന്ന് കേശു പറയുമ്പോൾ പേര് വിളിയുടെ അടിമക്കണ്ണേ എന്ന് കനി പറയണ കേട്ട് എനിക്കങ്ങനെ പറ്റത്തില്ല മാഡം, പറ്റുമ്പോൾ വിളിക്കെന്ന് കനിയും. പിന്നീട് അവർ ഒരു മാർക്കറ്റിലേക്ക് എത്തിച്ചേരുമ്പോൾ കനി തൻ്റെ ബുള്ളറ്റ് അവിടെ നിർത്തിക്കൊണ്ട് തനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നും കേശുവിനോട് അവിടെ വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. അത് സമ്മതിച്ചുകൊണ്ടുള്ള കേശുവിൻ്റെ ടെൻഷനോടെയുള്ള നിൽപ്പ് കണ്ട് എന്താ തൻ്റെ മുഖത്തൊരു സന്തോഷമില്ലായ്മ? വീട്ടിൽ വന്ന് അകപ്പെട്ട പോലെ തോന്നുന്നുണ്ടോയെന്ന് കനി ചോദിക്കുമ്പോൾ അങ്ങനെ ഇല്ലെന്ന് കേശുവും പറയുന്നുണ്ട്. നീ ഇല്ലാന്ന് പറഞ്ഞാലും നിന്റെ മുഖത്തത് വ്യക്തമായി കാണാം. കേശു, നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യേ. നിന്നെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. നിന്റെ മുന്നിലിപ്പോൾ ഇഷ്ടം പോലെ വഴികൾ കിടക്കുക, നീ തീരുമാനിക്ക്. എന്തായാലും നീ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നില്ലേ? ഇനി വേണമെങ്കിലും സരസ്വതി ടീച്ചർ ജീവനോടെ ഉണ്ടെന്ന കാര്യം വിളിച്ചു പറഞ്ഞ് നിനക്ക് ഞങ്ങളെ ചതിക്കാം. നിനക്ക് വേണേ രക്ഷപ്പെടാം. ഞാൻ തന്ന കാശ് എന്നെ പറ്റിച്ചതാണെന്ന് ഞാൻ അങ്ങ് കരുതിക്കോളാം. ഞാൻ ഇതിപ്പോൾ പറയാനുള്ള കാര്യം, നീ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ നീ വിചാരിക്കും ഞാനൊരു മണ്ടിയാണെന്ന്. അങ്ങനെയും ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് കനി അവിടുന്ന് സാധനം വാങ്ങാനായി റോഡ് ക്രോസ് ചെയ്ത് പോവുക.
അവൾ പോയി കഴിയുമ്പോൾ കേശുവും എങ്ങോട്ടെന്നില്ലാതെ നടന്നു നീങ്ങുന്നുണ്ട്. രാത്രിയാവുമ്പോൾ കനി വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ചെറിയമ്മ വന്ന് ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട്. കനി മാത്രം അകത്തേക്ക് കയറി വരണ കണ്ട് കേശു എവിടെയെന്ന് ടീച്ചറമ്മ വേവലാതിയോടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുക. ചെറിയമ്മയല്ലേ പറഞ്ഞത് അവന് അത്ര വിശ്വാസമാണ്, പ്രിയപ്പെട്ട ശിഷ്യയുടെ മകനാണ്, അവൻ എന്നൊക്കെ കനി പറയണ കേട്ട് അയ്യോ കേശു പോയോ എന്ന് പേടിയോടെ ടീച്ചറമ്മ ചോദിക്കുക. പിന്നെ അവൻ മുങ്ങിയില്ലേ? അവൻ അനിയത്തിയുടെ ഫീസും കെട്ടി പ്രശ്നങ്ങളൊക്കെ തൽക്കാലം മാറി. പിന്നെ അവൻ ഇനി ഇവിടെ വന്ന് ജയിലിൽ കിടക്കണ പോലെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ കനി ദേഷ്യത്തോടെ ഒച്ചവെക്കുമ്പോൾ ഞാൻ എങ്ങനെയൊന്നും കരുതിയില്ലെന്ന് സങ്കടത്തോടെ ടീച്ചറമ്മ പറയുക. അപ്പോഴേക്കും വാതിൽ തുറന്നുകൊണ്ട് കയ്യിൽ കനി വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളും ഒക്കെ പിടിച്ചോണ്ട് കേശു അകത്തേക്ക് കയറി വരുന്നുണ്ടേ. ഇനി അങ്ങനെ കരുതണ്ട ടീച്ചറെ, ഞാൻ എങ്ങും പോയില്ല, ഇനി എങ്ങോട്ടും പോകത്തുമില്ല എന്ന് കേശു പറയണ കേട്ട് ഓ സമാധാനമായി, ഞാൻ ഒരു നിമിഷം അങ്ങ് ഇല്ലാതായെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ടീച്ചറമ്മ പറയാ. ഇവിടുത്തെ പണി ചെയ്യിക്കാൻ ബോസിന് അടിമക്കണ്ണ് തന്നെ വേണമല്ലോ എന്ന് കേശു പറയുമ്പോൾ അതാരാ ഈ ബോസ് എന്ന് ചെറിയമ്മയും ചോദിക്കുക. അത് ഈ അടിമക്കണ്ണിന്റെ പണിയാ ചെറിയമ്മേ, ഇവന്റെ അനിയത്തിയോട് പറയാ ഞാൻ ഇവന്റെ കമ്പനിയിലെ ബോസ് ആണെന്ന്. അന്നേരം ആ പാവം കൊച്ചാണേൽ ഇവന്റെ 2 മാസത്തെ സാലറി വൈകിന്ന് എന്നോട് പരാതി പറയുകയും ചെയ്തു. ഞാൻ എന്തായാലും അതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് കനി പറയുമ്പോൾ കേശു അവിടെ ചമ്മിയ മുഖത്തോടെ നിൽക്കുക. ഇവന്റെ പെങ്ങളെ ഇവനെ പോലൊന്നുമല്ല, നല്ല സുന്ദരിയാ എന്ന് ചെറിയമ്മയോടായി കനി പറയുമ്പോൾ താൻ എന്താ സുന്ദരനല്ലേന്ന് കേശു ചോദിക്കുക. ഇവന്റെ സൗന്ദര്യം കാരണം പിന്നെ ഹോസ്റ്റലിലെ പെണ്ണുങ്ങളൊക്കെ ഓടി ഒളിക്കായിരുന്നു എന്ന് കനിയും പറയുന്നുണ്ട്. ഓ ഭയങ്കര കോമഡി ആയിപ്പോയി എന്ന് കേശു പറയുമ്പോഴേക്കും സത്യം പറഞ്ഞ 2 പേരുടെയും മുഖം ഏതാണ്ട് ഒരുപോലെയാ, മൂക്കൊക്കെ സെയിം തന്നെയാ എന്നൊക്കെ കനി പ്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ജംഗ്ഷനിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ നിർത്തിയപ്പോൾ ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വേണേൽ ഓടി രക്ഷപ്പെട്ടോളാൻ. ഇവൻ പോയില്ല, ഇവൻ ഒട്ടിപ്പോയെന്നാ തോന്നുന്നേ. എന്തായാലും ചെറിയമ്മ അനുഭവിക്കേ എന്ന് കനി പറയുമ്പോഴേക്കും കേശു വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കാനായി പോകുന്നുണ്ടേ. അവൻ പോയി കഴിയുമ്പോൾ ചിലരിങ്ങനെയാ, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കയറി വരും എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ചെറിയമ്മ പറഞ്ഞിട്ടാ ഞാൻ ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്. അവരുടെയൊക്കെ ഉള്ളു നിറഞ്ഞു കാണുമ്പോഴേ നമുക്ക് സ്വന്തമായിട്ടൊരു മതിപ്പൊക്കെ തോന്നും എന്ന് കനി പറയുമ്പോഴേക്കും ചെറിയമ്മ അവളെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി പോവുക. പിന്നീട് തളത്തിലിട്ട ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് ചെറിയമ്മയും കനിയും. നിങ്ങൾ പോയ സമയത്ത് ടീച്ചറമ്മ പേജിലിടാൻ താൻ ഒരു പോസ്റ്റ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അത് കനിയെ കാണിക്കുക. ചങ്ങാതിക്കൊരു വീട്, ഇത് അടിപൊളിയാണല്ലോ, ഇത് വർക്കായാൽ അടിപൊളിയായിരിക്കുമെന്ന് അത് വായിച്ചു നോക്കിക്കൊണ്ട് കനി പറയുമ്പോൾ ഒരു ക്യാമ്പയിൻ്റെ സ്വഭാവമുള്ള പരിപാടിയാണെന്ന് ചെറിയമ്മ പറയുമ്പോൾ വീടില്ലാത്ത കുട്ടികൾക്ക് ഇതൊരാശ്വാസമാവുമെന്ന് കനിയും പറയാം. നല്ലത് ചെയ്യാൻ മനസ്സുള്ളതും സഹായം വേണ്ടതുമായ ഒത്തിരി ആൾക്കാരുണ്ട്, ഇവർക്ക് തമ്മിൽ പരസ്പരം കാണാനാവുന്നില്ല എന്നതാണ് ഒരു ദുഃഖ സത്യം. ചെങ്ങാതിക്കൊരു വീട്, വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ചെങ്ങാതിക്ക് ചങ്ങാതിമാർ ചേർന്ന് ഒരു വീടൊരുക്കുന്നു. ഇതിന് പിന്നിൽ വേറൊരു വൈകാരികതയും കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളുടെ സൈക്കോളജി വ്യത്യസ്തമാണ്. അവരുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മളെക്കാൾ വലിയൊരു എഫേർട്ട് എടുക്കും. ഒരു സ്കൂളിൽ നിന്നും ഒരു കുട്ടിയെ തെരഞ്ഞെടുത്ത് മറ്റുള്ള കൂട്ടുകാർ അതിന് ധനസമാഹരണം നടത്തി നിശ്ചിത കാലത്തിനുള്ളിൽ ഒരു വീടൊരുക്കി കൊടുക്കുന്നു എന്നൊക്കെ ചെറിയമ്മ തന്റെ പോസ്റ്റിനെ പറ്റി വിവരിക്കുമ്പോൾ സംഗതി എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടെന്ന് കനിയും പറയുന്നുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും PTയും ഒക്കെ കുട്ടികൾക്ക് വേണ്ടി നിൽക്കണം. കുഞ്ഞുമക്കളുടെ സ്നേഹവും കരുതലും കൊണ്ട് പണിത ഒരു കുഞ്ഞു സ്നേഹ വീട്, അതാണ് ചെങ്ങാതിക്കൊരു വീട് എന്ന് ടീച്ചറമ്മ സന്തോഷത്തോടെ പറയുമ്പോൾ ഇതെന്തായാലും വർക്കാവുമെന്ന് കനിയും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. തങ്ങളുടെ കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന കുറെ പേരുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിലെ ഉച്ചഭക്ഷണ മെനുവെല്ലാം വിപുലമായല്ലോ എന്നും ടീച്ചറമ്മ പറയുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞാലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഷെൽട്ടർ എന്നൊക്കെ ചെറിയമ്മ തന്റെ പോസ്റ്റിനെ കുറിച്ച് വിശദീകരിക്കണ കേട്ട് നമുക്കിത് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് കനി അത് മൊബൈലിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങാം. അപ്പോഴേക്കും അടുക്കളയിലെ ജോലികളെല്ലാം ഒരുവിധം തീർത്തോണ്ട് കേശു അങ്ങോട്ട് വരുന്നുണ്ട്. കൊണ്ടുവന്ന പച്ചക്കറികളെല്ലാം കഴുകിയെന്നും അവിടെ കിടന്ന പാത്രങ്ങളെല്ലാം താൻ കഴുകി വെച്ചെന്നും ഇന്നത്തെ പണിയെല്ലാം തീർന്നെന്നും കേശു പറയുന്നുണ്ട്. കനി ആ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും കേശുവും അവരുടെ കൂടെ തന്നെ അത് നോക്കിക്കൊണ്ട് നിൽപ്പാ. പിന്നീട് കാണിക്കുന്നത് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന നീനയുടെ അടുത്തേക്ക് മിഥുൻ സാർ വരുന്നതാണ്. ടീച്ചറമ്മ പേജിലെ പുതിയ പോസ്റ്റിനെ കുറിച്ച് നീന മിഥുൻ സാറോട് പറയുന്നുണ്ട്. ഒരു ക്യാമ്പയിൻ പരിപാടിയാ, ചങ്ങാതിക്കൊരു വീട്. സ്കൂളിലെ പരമദരിദ്രയായ ഒരു കുട്ടിക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും PTയും ചേർന്ന് ഒരു വീട് വെച്ചു കൊടുക്കുന്നു. വിചാരിച്ച മിക്ക സ്കൂളുകൾക്കും ഇത് സാധിക്കാവുന്നതാണെന്ന് നീന പറയുമ്പോൾ
വിചാരിച്ചാൽ ഇത് നമ്മുടെ സ്കൂളിലും നടപ്പാക്കാൻ പറ്റുമെന്ന് മിഥുൻ സാറും പറയുന്നുണ്ട്. ടീച്ചറമ്മ പേജിലെ ആ പോസ്റ്റ് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇൻസ്പിറേഷൻ തോന്നുമെന്ന് നീന പറയുക. നമ്മുടെ സ്കൂളിലും ഉറപ്പായും ഇതുപോലെ ചെയ്യണമെന്ന് നീന പറയുമ്പോൾ ശ്രമിച്ചു നോക്കാമെന്ന് മിഥുൻ സാറും പറയുന്നുണ്ട്. സ്കൂളിലെ 4ാം ക്ലാസ്സിലെ നീനുമോൾ ചെറിയ ടാർപോളിൻ വെച്ചു കെട്ടിയ ഒരു ഷീറ്റിനടിയിലാണ് താമസമെന്നും ആ കുട്ടിക്കൊരു വീട് വെച്ചു കൊടുക്കുന്നത് നന്നായിരിക്കുമെന്നും നീന പറയുമ്പോൾ അത് കറക്റ്റ് ചോയ്സ് ആണല്ലോ എന്ന് നീനുമോളെ ഓർത്തുകൊണ്ട് മിഥുൻ സാറും പറയുക. നമുക്കിത് ആക്റ്റീവായി എടുക്കണം, സാറ് സോമൻ സാറെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നീന മിഥുൻ സാറെ നിർബന്ധിക്കുമ്പോൾ നാളെ സ്കൂളിലെത്തിയിട്ട് പോരെ ഇതെല്ലാം എന്ന് മിഥുൻ സാർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വിളിച്ച് സംസാരിച്ചാൽ നാളെ സ്കൂളിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം എന്ന് നീന നിർബന്ധിക്കുമ്പോൾ മിഥുൻ സാർ തന്റെ മൊബൈൽ എടുത്ത് സോമൻ സാറെ വിളിക്കുക. ടീച്ചറമ്മ പേജിൽ പുതുതായി തുടങ്ങിയ ചങ്ങാതിക്കൊരു വീട് എന്ന ക്യാമ്പയിനെ കുറിച്ച് മിഥുൻ സാർ സോമൻ സാറോട് പറയുന്നുണ്ട്. സ്കൂളിലെ പാവപ്പെട്ടൊരു കുട്ടിക്ക് PTA-യും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കേട്ടിട്ട് നല്ല പരിപാടിയായിട്ടാ തോന്നുന്നത്. നമ്മുടെ സ്കൂളിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലൊന്നും മിഥുൻ സാർ പറയുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ഒപ്പമുണ്ടെങ്കിൽ താനും ഓക്കെയാണെന്ന് സോമൻ സാർ പറയുക. നാളെ തന്നെ സ്റ്റാഫ് മീറ്റിംഗിൽ ഈ കാര്യം അവതരിപ്പിക്കാമെന്നും 4ാം ക്ലാസ്സിലെ നീനുമോൾ ഇതിന് ആപ്റ്റായൊരു കുട്ടിയാണെന്നും മിഥുൻ സാർ പറയുന്നുണ്ട്. തെങ്ങിന്ന് വീണകിടക്കുന്ന ആ കുമാരന്റെ മോളല്ലേ, ആ കുടുംബം ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. നാളത്തെ സ്റ്റാഫ് മീറ്റിംഗിൽ നമുക്ക് ഈ കാര്യം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സോമൻ സാർ കോൾ വെക്കുക. സാർ അതിന് സമ്മതിച്ചെന്ന് മിഥുൻ സാർ പറയുമ്പോൾ താൻ ഈ കാര്യം ടീച്ചറമ്മ പേജിലൊന്ന് സൂചിപ്പിക്കട്ടെ എന്നും പറഞ്ഞ് നീന സന്തോഷത്തോടെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് സ്റ്റാഫ് മീറ്റിംഗിൽ ഈ കാര്യം സോമൻ സാർ എല്ലാ ടീച്ചേഴ്സിനുമോടുമായി ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ടീച്ചറമ്മ പേജ് എല്ലാവരും കണ്ടിട്ടില്ലെന്ന് സോമൻ സാർ ചോദിക്കുമ്പോൾ അവരെല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ടീച്ചേഴ്സ് പറയുന്നുണ്ട്. ഇത് കേട്ട് ടീച്ചറമ്മ എന്ന പേര് കേൾക്കുമ്പോൾ സരസ്വതി ടീച്ചറെയാണ് ഓർമ്മ വരുന്നതെന്ന് സോമൻ സാർ പറയുക. പക്ഷേ ഇതൊരു പൊതുവികാര, എല്ലാ സ്കൂളിലും ഇതുപോലുള്ള ടീച്ചറമ്മമാരുണ്ടാവും. പഠനം കഴിഞ്ഞുപോയ കുട്ടികളാണെങ്കിലും അവരുടെ മനസ്സിലുള്ള ടീച്ചറമ്മമാരും ഉണ്ടാവും. ഇപ്പോൾ ആ പേജിലൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സോമൻ സാർ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും PTA പ്രസിഡന്റ് സുനിയും അങ്ങോട്ട് വരുന്നുണ്ടേ. സോഷ്യൽ മീഡിയയിലെ ടീച്ചറമ്മ പേജിൽ കണ്ട ഒരു ക്യാമ്പയിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു എന്ന് സോമൻ സാർ സുനിയോടും പറയുന്നുണ്ട്. ഇത് കേട്ട് മദൻ സാർ അരികെ നിൽക്കുന്ന കമലാക്ഷി ടീച്ചറെ തോണ്ടി വിളിച്ചുകൊണ്ട് രഹസ്യമായി ടീച്ചറമ്മ എന്ന് പറയുമ്പോഴേക്കും പണ്ടേ സോമൻ സാറിന് കുറച്ച് ഇളക്കം ഇത്തിരി കൂടുതലാ എന്ന് പറയുന്നുണ്ട്. ചങ്ങാതിക്കൊരു വീട് എന്നതാ ക്യാമ്പയിൻ്റെ പേര്. ഓരോ സ്കൂളിലെയും പരമദരിദ്രയായ ഒരു കുട്ടിക്ക് സ്കൂളിലെ സുഹൃത്തുക്കൾ ധനസമാഹരണം നടത്തി വീട് വെച്ച് നൽകുന്നതാണ് ക്യാമ്പയിൻ. കുട്ടികളെ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും PTA-യും എല്ലാവരും ചേർന്ന് സപ്പോർട്ട് ചെയ്യണം. തനിക്കിതൊരു നല്ല ആശയമായ തോന്നിയത് ഇന്നലെ ഈ പോസ്റ്റ് കണ്ടപ്പോഴേ മിഥുൻ സാർ തന്നെ വിളിച്ചു പറഞ്ഞു എന്ന് സോമൻ സാർ പറയുമ്പോൾ മുന്നേ തന്നെ ആലോചിച്ചുള്ള പരിപാടിയാണിതല്ലേ എന്ന് കമലാക്ഷി ടീച്ചറും ചോദിക്കുക. ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ സോഷ്യൽ മീഡിയയിലെ പരിപാടിയാണോ ഇപ്പോൾ സ്കൂളിലെ ചർച്ച എന്ന് സുനിയുടെ ചോദ്യം കേട്ട് പുതിയ കാലത്തിന്റെ ജനകീയ മാധ്യമമല്ലേ സുനി ഈ സോഷ്യൽ മീഡിയ, അതിനെ വില കുറച്ചൊന്നും കാണണ്ട, അതിന് അതിൻ്റെതായ ശക്തിയുണ്ട്. നമ്മുടെ സ്കൂളും ആ ക്യാമ്പയിൻ്റെ ഭാഗമാകണമെന്നേ എനിക്കുള്ളൂ. 4ാം ക്ലാസ്സിലെ നീനു മോളെ പോലെ അതിന് ശരിക്കും അർഹരായിട്ടുള്ള കുട്ടികൾ ഇവിടെയുണ്ട് എന്നൊക്കെ സോമൻ സാർ പറയുമ്പോൾ സാറ് വീട് വെച്ചു കൊടുക്കാനുള്ള കുട്ടിയുടെ പേര് വരെ കണ്ടുവച്ചിട്ടല്ലേ ഇതിവിടെ ചർച്ചയ്ക്കിടുന്നത് എന്ന് സുനി അർത്ഥം വെച്ച് ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.